ബിഗ് ബോസ് മലയാളം സീസൺ 6. അപ്പോൾ ഇന്ന് ഏതാണ്ട് ഉച്ചയായപ്പോൾ തന്നെ ഒരു വാർത്ത പുറത്തു വന്നിരുന്നു. അൻസിബ പുറത്തായി എന്ന തരത്തിൽ. സ്വാഭാവികമായിട്ട് എല്ലാ വീക്കെൻഡ് എപ്പിസോഡുകളിലും ഇത്തരം വാർത്തകൾ പുറത്തു വരാറുണ്ട്, പല പേരുകളിലും പുറത്തു വരാറുണ്ട്. എല്ലാം നമുക്കങ്ങനെ വിശ്വസിക്കാൻ പറ്റുകയുമില്ല. അപ്പോൾ അപ്സര പുറത്തായി എന്നുള്ള ഇൻഫർമേഷൻ നമ്മൾ നേരത്തെ പുറത്തായ ഫസ്റ്റ് എപ്പിസോഡ് ഷൂട്ട് കഴിഞ്ഞപ്പോൾ തന്നെ അങ്ങനെ ഒരു ഇൻഫർമേഷൻ കിട്ടിയപ്പോൾ ഷെയർ ചെയ്തിരുന്നു. ഓൾമോസ്റ്റ് അത് ശരിയാണെന്ന് തന്നെ ഇപ്പോൾ വിശ്വസിക്കാം. പക്ഷെ അൻസിബ പുറത്തായി എന്ന് പറയുന്ന ഒരു ഇൻഫർമേഷൻ കിട്ടിയിരുന്നില്ല. എന്നിരുന്നാലും വളരെ ജെന്യുവിൻ ആയിട്ടുള്ള ഇത്തരം ഇൻഫർമേഷൻസ് പങ്കുവയ്ക്കുന്ന ഇൻസ്റ്റഗ്രാം പേജുകളിലും യൂട്യൂബ് ചാനലുകളിലും ഒക്കെ തന്നെ ഇതിനോടകം തന്നെ നിങ്ങൾ പലരും കണ്ടു കാണും അൻസിബ പുറത്തായി എന്ന് പറയുന്നൊരു വാർത്ത. പേഴ്സണലി എനിക്ക് ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്ന സോഴ്സുകളിൽ നിന്നൊന്നും അങ്ങനെ ഒരു ഇൻഫർമേഷൻ കിട്ടാത്തത് കൊണ്ടാണ് ഞാൻ ആ ഒരു വീഡിയോ ഇതുവരെയും ചെയ്യാത്തത്. ഇപ്പോഴും ഈ നിമിഷം വരെയും എനിക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ എന്നിരുന്നാലും ഇപ്പോൾ നമ്മളത് അറിഞ്ഞില്ല എന്നതുകൊണ്ട് അൻസിബ പുറത്തായെന്നോ നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഒരുപാട് പേര് അത് ഷെയർ ചെയ്യുന്ന സ്ഥിതിക്ക് അത് വിശ്വാസത്തിലെടുത്തുകൊണ്ടാണ് ഇനി ഞാൻ സംസാരിക്കാൻ പോകുന്നത്. അൻസിബ പുറത്തായിട്ടുണ്ടെങ്കിൽ വളരെ വളരെ അൺഫെയർ ആയിട്ടുള്ള ഒരു എവിക്ഷനാണ്. വളരെ അൺഫെയർ ആണ്. അത് എങ്ങനെ സംഭവിച്ചു എന്ന് എനിക്ക് മനസ്സിലാവുന്നേ ഇല്ല. അതിൻ്റെ കാരണം ഒരുപാട് പേര് കമൻസ് ഒക്കെ ചെയ്ത് ഞാൻ കണ്ടു. അതായത് ജിൻഡോ ഫാൻസോ അല്ലെങ്കിൽ നമ്മുടെ അഭിഷേകിനെ സപ്പോർട്ട് ചെയ്യുന്നവർ തന്നെയാണ് അൻസിബയെ സപ്പോർട്ട് ചെയ്യുന്നത്, അതുകൊണ്ടാണ് അൻസിബയ്ക്ക് വോട്ട് പോയത് എന്നൊക്കെ പറഞ്ഞിട്ട്. അതായത് ഈ കമൻ്റ് ഇടുന്നവരും ഓൺലൈൻ പോളിൽ ചെയ്യുന്നവരും ഒറിജിനലായിട്ട് വോട്ട് ചെയ്തിട്ടുണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് കമൻറ്റുകൾ കണ്ടു. അൻസിബ ഏതെങ്കിലും ഒരു വിഭാഗം ആൾക്കാരുടെ അല്ലെങ്കിൽ ജിൻഡോയുടെയോ മറ്റുള്ളവരുടെയോ ഫാൻസിൻ്റെ സപ്പോർട്ട് കൊണ്ട് നിൽക്കുന്ന ഒരു കണ്ടസ്റ്റൻ്റേ അല്ല. ഒരുപാട് നോമിനേഷനിൽ വന്ന ഒരു കണ്ടസ്റ്റൻ്റ് ആണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത്രയും നോമിനേഷനിൽ അത് കയറി വരണമെന്നുണ്ടെങ്കിൽ അൻസിബയ്ക്ക് സ്വന്തമായിട്ട് ഒരു കൂട്ടം ഫാൻസിൻ്റെ സപ്പോർട്ട് ഉണ്ടാവണം. ഇനി അടുത്ത 2-3 ആഴ്ചകൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു സീസണിൽ തന്നെ അൻസിബയുടെ ഏറ്റവും ബെസ്റ്റ് പ്രകടനമാണ് അൻസിബ കാഴ്ചവെക്കുന്നത്. അതോടൊപ്പം തന്നെ നമ്മളിപ്പോൾ ഓൺലൈൻ പോളുകൾ എടുത്തു കഴിഞ്ഞാൽ ജിൻഡോയും അഭിഷേകും ജാസ്മിനും അൻസിബയും ഒന്നിച്ചു വരുന്ന പോളുകളിൽ പോലും 12 മുതൽ 15% വരെ സപ്പോർട്ട് അൻസിബയ്ക്ക് കിട്ടുന്നുണ്ട്. അതിനൊക്കെ പുറമെ ഏത് പോളുകളിൽ നമ്മൾ നോക്കിയാലും നമ്മുടെ സിജോയ്ക്ക്, സായിക്ക്, അതുപോലെ തന്നെ അപ്സരയ്ക്ക്, നമ്മുടെ ഋഷിക്ക്, ശ്രീധുവിന് ഒക്കെ കിട്ടുന്നതിനേക്കാൾ കൂടുതൽ ഓഡിയൻസിന്റെ സപ്പോർട്ട് ഓൺലൈൻ പോളുകളിൽ കിട്ടുന്നുണ്ട്. ഇതിൽ പലതിലും ജിൻഡോയും ഉണ്ട്. അപ്പോൾ ജിൻഡോ ഫാൻസിന്റെ സപ്പോർട്ട് അല്ല അൻസിബയ്ക്ക് കിട്ടുന്നെന്നുള്ളത് വ്യക്തമാണ്. അപ്പോൾ ഇതിൽ നിന്ന് ഒരു കാര്യം ഉറപ്പായിട്ടും നമുക്ക് മനസ്സിലാക്കാം, അൻസിബയ്ക്ക് നല്ല ഫാൻ ബേസ് അവിടെ ഉണ്ട്. അപ്പോൾ ഈ ആഴ്ചത്തെ നോമിനേഷനിൽ നിന്ന കണ്ടസ്റ്റൻസിൽ കുറച്ചെങ്കിലും നമുക്ക് പിന്നിലോട്ടായിരുന്നു എന്ന് പറയാവുന്നവരെന്ന് പറയുന്നത്, അതായത് കണ്ടസ്റ്റൻസിന്റെ പെർഫോമൻസ് വൈസും ഓഡിയൻസ് സപ്പോർട്ട് വൈസും നോക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്സര, അതുപോലെ ഋഷി, അതോടൊപ്പം തന്നെ ശ്രീധു ഒരു നല്ലൊരു പേഴ്സണാലിറ്റി ആയിട്ട് അവിടെ നിൽക്കുന്നുണ്ട് എന്നുള്ളത് ശരിയാണ്. പക്ഷെ ആക്ടിവിറ്റി നോക്കുമ്പം കമ്പാരിറ്റീവ്ലി വളരെ കുറവാണ്. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും, ശ്രീധുവിന് തമിഴ്നാട്ടിൽ നിന്നടക്കം വോട്ടുകളൊക്കെ കിട്ടുന്നു എന്നാണ് പറയുന്നത്. ചിലപ്പോൾ ശരിയായിരിക്കാം, തമിഴ്നാട്ടിൽ ഒരുപാട് സീരിയലുകളിലൊക്കെ അഭിനയിക്കുന്ന ആളാണ് ശ്രീധു, ചിലപ്പോൾ കിട്ടുന്നുണ്ടാവാം. ഇപ്പം എന്താണെങ്കിലും നമ്മൾ മലയാളം ചാനലുകളുടെ, ഇപ്പോൾ സമർ മീഡിയ മാത്രമല്ല, ഞാൻ പല ചാനലുകളും ചെക്ക് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ അവിടെ ഒന്നും തന്നെ ശ്രീധുവിന് അൻസിബയേക്കാളും ഓഡിയൻസ് സപ്പോർട്ട് ഒരു കമ്മ്യൂണിറ്റി പോളിലും കണ്ടിട്ടില്ല. ഈ കമ്മ്യൂണിറ്റി പോൾ എന്ന് പറയുന്നത് എന്തെങ്കിലും ഒരു ഭീകര സാധനമൊന്നുമല്ല. അവിടെയും വോട്ട് ചെയ്യുന്നത് പ്രേക്ഷകരാണ്. അവർ തന്നെയാണ് പോയിട്ട് ഹോട്ട്സ്റ്റാറിൽ വോട്ട് ചെയ്യുന്നത്. ഇപ്പോൾ അപ്സര കമ്മ്യൂണിറ്റി പോളുകളിൽ വോട്ട് കുറവാണ്, അതുകൊണ്ട് തന്നെ പുറത്തായില്ലേ. അപ്പോൾ അതുപോലെ അൻസിബയുടെ കേസിൽ നോക്കുമ്പോൾ ശ്രീധുവിനും നമ്മുടെ ഋഷിക്കും കിട്ടുന്നതിനേക്കാൾ കൂടുതൽ വോട്ട് കിട്ടിയിട്ടുള്ള ആളാണ്. പിന്നെ ഋഷിക്ക് സ്വാഭാവികമായിട്ട് ഇൻസ്റ്റഗ്രാമിനകത്ത് കുറച്ചധികം സപ്പോർട്ട് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഫാമിലി ഓഡിയൻസിനും ഋഷി ഇഷ്ടമായതുകൊണ്ട് ചിലപ്പോൾ ഈ കമ്മ്യൂണിറ്റി പോളുകൾക്ക് മുകളിൽ പോകാനുള്ള സാധ്യത ഋഷിയുടെ കാര്യത്തിൽ നമുക്ക് കാണാം. പക്ഷെ എന്നാലും ഇതൊരു ഷോക്കിംഗ് ആയിട്ടുള്ള ഒരു എവിക്ഷനാണ്. എനിക്ക് സത്യം പറഞ്ഞാൽ വിശ്വസിക്കാനേ പറ്റുന്നില്ല. ഇത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഒരു പ്ലെയർ പുറത്തായിട്ടുണ്ടെങ്കിൽ തികച്ചും അൺഫെയർ തന്നെയാണ്, അതിൽ ഒരു സംശയമില്ല. മാത്രമല്ല ഇതിനെക്കുറിച്ച് വളരെ വിശദമായി കുറേയേറെ കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. തീർച്ചയായും നമുക്കത് മറ്റൊരു വീഡിയോയിൽ സംസാരിക്കാമെന്ന് തോന്നുന്നു. എന്തായാലും ഇപ്പോഴും എനിക്ക് പേഴ്സണലി ഇങ്ങനൊരു കൺഫേം ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ ഉറപ്പിക്കാൻ പറ്റുന്ന ഒരു സോഴ്സ് ഇന്നും കിട്ടിയിട്ടില്ല. പക്ഷേ നമ്മുടെ പല യൂട്യൂബ് ചാനലുകളും അവർ വളരെ കൃത്യമായിട്ട് ഇൻഫർമേഷൻസ് ഷെയർ ചെയ്യുന്ന പല ചാനലുകളുമുണ്ട്, ഇൻസ്റ്റഗ്രാം പേജുകളുണ്ട്. അവരൊക്കെ തന്നെ ഉറപ്പിച്ചു പറയുന്നുണ്ട് ഇങ്ങനെ ഒരു എവിക്ഷൻ നടന്നിട്ടുണ്ടെന്ന്. അപ്പം ഞാൻ അതിനെ വിശ്വാസത്തിലെടുത്തുകൊണ്ടാണ് സംസാരിക്കുന്നത്. ചിലപ്പോൾ അങ്ങനെ ആയിരിക്കാം. അങ്ങനെയാണെങ്കിൽ അൺഫെയർ ആണ്.